ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് എങ്ങനെ ഒരു ദിവസം മുഴുവൻ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും എന്നുള്ളത്. അത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. നമുക്ക് ഓരോ ദിവസവും വ്യത്യാസപ്പെട്ടിരിക്കും, പല പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മളുടെ മനസ്സിനേക്ക് വളരെയധികം ബാധിക്കുമല്ലേ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം നമ്മൾ മറന്ന് നമുക്ക് എങ്ങനെ ഒരു ദിവസത്തിൽ ഫുള്ളൊരു എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ വീട്ടിലും നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്കും ആ ഒരു ഇത് പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കും. വിളക്ക് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനൊരു 4 മണിക്ക് എഴുന്നേൽക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഒരുപാട് പണികളൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും എല്ലാ വീട്ടമ്മമാരും, ഒരുപാട് പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു മാക്സിമം ഒരു 6 മണി അതിനുള്ളിൽ നമ്മളെല്ലാവരും എഴുന്നേൽക്കാൻ ശ്രമിക്കണം കേട്ടോ. എല്ലാവരോടും 4 മണിക്ക് എഴുന്നേൽക്കാനൊന്നും പറയില്ല, പക്ഷേ എങ്കിലും ഒരു 6 മണിക്ക് എഴുന്നേൽക്കുക. നമ്മൾ കൂടുതൽ സമയം കിടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ഉറക്കക്ഷീണം വിട്ടുമാറില്ല. നമ്മൾ ആ ഒരു ദിവസം മുഴുവൻ വൈകിട്ട് വരെ നമ്മൾ ആ ഒരു ക്ഷീണത്തിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു 6 മണിക്ക് എഴുന്നേൽക്കുക. അതിനുശേഷം വിളക്ക് തെളിയിക്കുന്നവർ വിളക്കൊക്കെ തെളിയിക്കുക, പ്രാർത്ഥിക്കുക. ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കിച്ചണിലൊരു ചെറിയൊരു സാമ്പ്രാണി എന്നും തെളിച്ച് വെക്കാറുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ കിച്ചണിലൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജനലുകളൊക്കെ ആണെങ്കിലും തുറന്നിടുക. പിന്നെ ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ടൊക്കെ നല്ലൊരിതായിരിക്കും നമ്മുടെ കിച്ചണിൽ ചെടികൾ വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിൽ ചീത്തയാവുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി വെക്കുക കേട്ടോ. ഒരുപാട് കൂട്ടി സിങ്കിൽ ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ മിക്കയിടത്തും കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ്. അത് കഴുകാണ്ട് ഒരുപാട് ദിവസമൊക്കെ വേസ്റ്റ് ഇടുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പാത്രത്തിനും അത്രയും പ്രാധാന്യമേ കൊടുക്കാറുള്ളൂ. പക്ഷേ നമ്മൾ മറ്റു പാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ ഫുഡ് വേസ്റ്റ് ഇടുന്ന പാത്രങ്ങൾ ക്ലീൻ ആക്കിയിടുക. കോർപ്പറേഷനിൽ നിന്നൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം എടുക്കാൻ വന്നില്ലെങ്കിലും നമ്മൾ അങ്ങനെ വൃത്തിയായിട്ട് വെക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ ബാഡ് സ്മെൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പണികളെല്ലാം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തേക്ക് വെക്കാതെ കിച്ചൺ എപ്പോഴും തൂത്ത് തുടച്ച് നല്ല വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേയും ചെയ്യേണ്ട ഒരു കാര്യമാണ് കിച്ചൺ എപ്പോഴും വൃത്തിയാക്കി ഇടുക, പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക. അപ്പോൾ ഒരു കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ല്, നമ്മൾ മീനും അതും ഇതൊക്കെ എപ്പോഴും പാകം ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ചീത്ത സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കിച്ചണിലെ സിങ്ക്, അതിലൂടെയും ഒരു സ്മെല്ല് എപ്പോഴും അത് നല്ലോണം ക്ലീൻ അല്ലെങ്കിൽ സ്മെല്ല് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതും നമ്മളെപ്പോഴും നല്ല വൃത്തിയാക്കി തന്നെ ഇടണം കേട്ടോ. പിന്നെ അവിടെ നല്ലോണം കിച്ചണൊക്കെ അടിച്ച് വാരി തുടച്ചിടുക. അതിനുശേഷം നമ്മുടെ ബെഡ്റൂം, ഞാൻ ആ ബെഡ്റൂമിൽ നമ്മൾ എല്ലാ വീടുകളിലും ഉണ്ടാവും ഇപ്പോൾ തുണിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൽ അനാവശ്യമായിട്ട് മുഷിഞ്ഞ ഡ്രസ്സ്, മുഷിയാത്തതും എല്ലാം കൂടി മിക്സ് ചെയ്തിടുന്ന ആ ഒരു സ്വഭാവം തന്നെ നമ്മൾ മാറ്റണം കേട്ടോ. ആവശ്യമുള്ളത് മാത്രം അവിടെ മതി. പിന്നെ ബാക്കിയെല്ലാം നമുക്കൊരു ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 1-2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് അലക്കണമെങ്കിൽ, ചിലപ്പോൾ മെഷീനിലുള്ളവരൊക്കെയാണ് അലക്കുന്നവർ 1-2 ദിവസം കൂടുമ്പോഴായിരിക്കും. അപ്പോൾ അത് ഒരു ലോണ്ട്രി ബാസ്ക്കറ്റിലാക്കി വെക്കുക. ആ സ്റ്റാൻഡിൽ ആവശ്യത്തിനുള്ള തുണികൾ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. എന്നിട്ട് ജനലുകളെല്ലാം തുറന്നിടുക. നമ്മൾ കിടന്നെണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റ് നല്ല ക്ലീൻ ആക്കി ഇടുക കേട്ടോ. എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് മാറ്റണം എന്നില്ല, പക്ഷേ എങ്കിലും നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റിലെ ചുളിവെല്ലാം മാറ്റി നല്ല ക്ലീൻ ആക്കി ഇടുക. അതുപോലെ തന്നെ ഷീറ്റ് കാര്യങ്ങളൊക്കെ മടക്കി വൃത്തിയാക്കി ഇടുക. അപ്പോൾ ഞാൻ ആ ഷീറ്റ് ബെഡിൽ തന്നെ ഇടാണ്ട് മടക്കി സ്റ്റാൻഡിലാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ആ ഒരു കട്ടിൽ നല്ലോണം കിടന്നോളൂല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ സ്റ്റാൻഡിലെല്ലാം ഇടും. അതിനുശേഷം ബെഡ്റൂമിൽ ഒരു റൂം സ്പ്രേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ, നിർബന്ധമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബെഡ്റൂമിലൊരു മണമൊന്നും ഉണ്ടാവില്ല, ചീത്ത മണം ഉണ്ടാവില്ല. എങ്കിലും വേണമെങ്കിൽ ഒരു റൂം സ്പ്രേ അടിക്കാം. അതിനുശേഷം ഹോളിലുള്ള ടേബിളൊക്കെ ക്ലീൻ ആക്കുക. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ തിരക്കിട്ടൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അവിടെയൊക്കെ വീണ് ആ ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ആക്കിയിടുക. അതിനുശേഷം അടിച്ച് വാരി വീടൊക്കെ നല്ലപോലെ അടിച്ച് വാരി വൃത്തിയാക്കിയിടുക. ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കാറില്ല കേട്ടോ. ഞാൻ ആഴ്ചയിൽ 2-3 ദിവസങ്ങളിൽ മാത്രമേ വീട് തുടയ്ക്കാറുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും 2 നേരം രാവിലെയും വൈകിട്ടും തൂത്തിടും കേട്ടോ. അതിനുശേഷം ഞാൻ അവിടെയും കുറച്ച് റൂം സ്പ്രേ അടിച്ചു. അതിൻ്റെ ആവശ്യമില്ല, കാര്യം ഞാൻ ആ വിളക്ക് തെളിയിക്കുമ്പോൾ സാമ്പ്രാണി പോയിക്കുന്നുണ്ട്, നല്ല മണമാണ് കേട്ടോ അകത്തൊക്കെ. പിന്നെ നമ്മുടെ ഹോളിലുള്ള വാഷ് ബേസിൻ അതും എപ്പോഴും ക്ലീൻ ആക്കിയിടുക. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എപ്പോഴും നമ്മൾ ആ ഒരു രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് ആ ഒരു ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് ക്ലീൻ ആയിക്കോളും. പിന്നെ ബാത്റൂമും അതുപോലെ തന്നെ എപ്പോഴും അടച്ചിടുക കേട്ടോ. ഹോളിലുള്ള ബാത്റൂമൊക്കെ ഞാൻ ബാത്റൂം ആണെങ്കിൽ രാവിലെ ഒരു 4 മണിക്ക് കുളിക്കുന്നതുകൊണ്ട് ബാത്റൂം രാവിലെ അല്ല കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ വൈകിട്ട് മേലെഴുന്നതിന് മുന്നേ ബാത്റൂമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യും. ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ എല്ലായിടവും നല്ല വൃത്തിയാക്കി നല്ല ക്ലീൻ ആക്കിയിട്ട് കേട്ടോ.
അപ്പോൾ ഇത്രയും മതി നമ്മുടെ ഒരു ചെറിയൊരു സാധാരണ ഒരു ഫാമിലിയിൽ ആ ഒരു വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി. കിച്ചണൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയായി നല്ല ഭംഗിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരാൾ പോലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് ഒരു ബാഡ് സ്മെല്ലെന്നോ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയില്ല. നമ്മളുടെ വീട് പോസിറ്റീവായിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കും ദിവസം മുഴുവനും പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും കേട്ടോ. എൻ്റെ ഒരു അനുഭവമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇത് രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ആ ഒരു ജീവിതത്തിൽ നല്ലൊരു മാറ്റം അറിയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള മെമ്പേഴ്സ് എല്ലാം പോസിറ്റീവായിരിക്കും അല്ലേ. നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഇതുണ്ടെങ്കിൽ അത് അവരെയും കൂടി ബാധിക്കും. നമ്മളുടെ ആ ഒരു സ്വഭാവത്തിലൊക്കെ ഒരു നെഗറ്റീവ് ഇത് വന്നു കഴിഞ്ഞാലല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.